ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. ഒരു 3 ആഴ്ചയായിട്ട് ബാംഗ്ലൂർ താമസിക്കുവാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പോയി കണ്ടു. നല്ല പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി കണ്ടു. നല്ല രസമാണ്. കുറച്ച് മാളുകളും അതുപോലെ നന്ദി ഹിൽസ്, പിന്നെ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ. അപ്പം ഞാൻ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസും കൂടെ എടുത്തുകൊണ്ട് ഒരുപാട് തിരക്കുമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കണ്ട കാഴ്ചകളും എൻ്റെ വിശേഷങ്ങളും എല്ലാം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ബാംഗ്ലൂരിലെ നല്ല സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ എന്നെ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മാളാണിത്. ഇതിന് പറയുന്നത് ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഹെബ്ബാളിന് അടുത്തുള്ള ഒരു ശബരി നഗറിലാണ്. ഇത് ഏതാണ്ട് ജഗ്ഗൂർ എയർപോർട്ടിനൊക്കെ അടുത്തായിട്ടാണ് ഉള്ളത്. ഇത് ഒരുപാട് സ്ഥലം ഈ ഒരു മാള് പണിയാനായിട്ട് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 13 ഏക്കറോളം സ്ഥലമുണ്ടിത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളൊക്കെയാണ്. എൻ്റെ 450 കടയോളം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും ഒരുപാട് സ്ഥലം എടുത്തിട്ടുണ്ട്. ഒരു 3000 വണ്ടികൾ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഒരു ഏരിയയാണുള്ളത്. പിന്നെ ഇതിനകത്തെ ഇൻറ്റീരിയർ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരുപാട് വർക്കുകളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഈ കാണുന്ന പുറത്തുള്ള നമ്മുടെ ഇത് ക്രിസ്മസിനെ പ്രമാണിച്ചാണ് ഇത്രയും ലൈറ്റുകളും ഒക്കെ വെച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? എന്തു ലൈറ്റ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാട്ടർഫാളും കണക്കുള്ളതും അതുപോലെ ഈ നമുക്ക് ഡിസൈൻ പല കളറിലുള്ള ഡിസൈനുകളും കാണാം ഇവിടെ. വെള്ളങ്ങളാണെങ്കിലും ഒക്കെ ഇങ്ങനെ പല കളറിലെ ഇതിലാണ് ലൈറ്റിലാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നൊക്കെ കാണിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. എല്ലാവരും ഇത് വന്ന് ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസ് എടുക്കലും ഒക്കെയാണ്. അത്ര രസകരമാണ്. ഭയങ്കര അകത്ത് ഉള്ളതിനേക്കാളും തിരക്കാന്ന് പറയാം വെളിയിൽ. ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. അത് വെളിയിൽ തന്നെ ഒരു വലിയൊരു ഉത്സവത്തിൻ്റെ തന്നെ തിരക്കാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ്. ഈ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണഞ്ചിക്കുന്ന പോലെ തോന്നും. അത്രയ്ക്ക് നല്ല രസമാണ്. പിന്നെ അകത്തോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അകവും ഭയങ്കര വിശാലമാണ്. അപ്പം ഞങ്ങൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനിയിപ്പോൾ അകത്തോട്ടേക്ക് കയറാൻ പോവാണ്. ഈ ലൈറ്റുകളൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല. ഏതാണ്ട് ഇപ്പോൾ 7 മണി സമയമായിട്ടുള്ളൂ. കുറേ ആൾക്കാർ അകത്തോട്ട് കയറുകയും കുറേ ആൾക്കാർ പുറത്തോട്ട് വരികയും അങ്ങനെ ഒരു ജനത്തിരക്ക് തന്നെയാണ്. ഞങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പുറത്തുനിന്ന് തന്നെ അകത്തേക്ക് കയറാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ അവിടെ മുഴുവൻ ഈ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇപ്പം അകത്തേക്ക് കയറുന്നത്. എത്ര പെട്ടെന്നൊന്നും നമുക്ക് ഈ ലൈറ്റുകളൊന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കുറേ സമയം എടുക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് കണ്ടിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേനും. അകത്തും ഒരുപാട് വിശാലമായിട്ടുള്ളതാണ്. ഈ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കടകൾ. ഈ കടകൾ എന്ന് പറയുന്നത് തന്നെ ഷൂസിൻ്റെ ആയിട്ടും അതുപോലെ ഡ്രസ്സിൻ്റെ ആയിട്ടും ഒരുപാട് ബ്രാൻഡഡ് കടകളാണ്.
പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലൈറ്റുകളാണെങ്കിൽ വെളിയിൽ നമ്മൾ കുറേ നല്ല ലൈറ്റുകൾ ഷോയൊക്കെ കണ്ടതാണ്. അതിനേക്കാളും ഭംഗിയാണ് ഇതിനകത്തുള്ള പിന്നെ ലൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. മുഴുവൻ പച്ചപ്പാണ്, എവിടെ നോക്കിയാലും നല്ല പച്ച കളറാണ്. ഇതൊരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്ക് നടന്ന് കാണാനുണ്ട്. ഒരുപാട് നല്ല ഏരിയയിലുള്ള പിന്നെ ഷോപ്പുകളും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് നല്ല കാണാൻ ഭംഗിയുള്ള ലൈറ്റുകളും ഒക്കെ ഉണ്ട്. ഇത് തന്നെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു പോവും. ഇത് താഴത്തെ ഫ്ലോറിലുള്ള പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ റൂഫിലെ ഇൻറ്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ അതിശയം തോന്നും. അത്രയ്ക്ക് നല്ലതാണ്. ഏഷ്യയിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ മാളെന്നാണ് ഇത് പറയുന്നത്. പല സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ തന്നെ വരുന്നുണ്ട്. ഓരോ ലൈറ്റുകളുടെയും വലിപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് നോക്കി നിൽക്കും. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഇപ്പം ഈ ഫ്ലോറിൽ ഇങ്ങനത്തെ ലൈറ്റ് ആണെങ്കിൽ വേറൊരു ഫ്ലോറിൽ അതിലും വേറെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് എങ്ങും കാണാൻ പറ്റുന്നതല്ല, ഇത്രയും നല്ലൊരു ഇതൊന്ന്. ഇപ്പം പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് തിരക്കാണ് ഇപ്പോൾ ഇവിടെയൊക്കെ. അപ്പം ഞങ്ങൾ പിന്നെ മോളുമായിട്ട് ഇതൊന്ന് കാണാൻ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം, എൻ്റെ കൂട്ടുകാരിയെ കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്ലോറിൽ വേറൊരു ഇങ്ങനെ ലൈറ്റാണ് കാണുന്നത്. നോക്കി, അതും നല്ല ഭംഗിയാണ്. ഇതെല്ലാം കൂടി ലൈറ്റ് തെളിയിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാൾ ഓഫ് ഏഷ്യയിലെ വിശേഷങ്ങൾ. ഇതും ബാംഗ്ലൂരുള്ള യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മാളാണ്. ഈ മാളിൻ്റെ പേര് ഗലേറിയ മാൾ എന്നാണ്. ഇതും ഒരുപാട് വലുതാണ്, നമുക്ക് ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മളുടെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും അതുപോലെ ബാഗുകൾ, ഷൂസ്, പിന്നെ കണ്ണാടികൾ, അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനുള്ള അങ്ങനത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഇത് നടക്കുകയേ വേണ്ട, എസ്കലേറ്റർ വഴി എല്ലാം നമുക്ക് ഇത് 2-3 നിലയുള്ളതാണ്. എല്ലാ ഭാഗത്തും പോയി നമുക്കിത് കാണാവുന്നതാണ്. വളരെ രസകരമാണ്. നമുക്ക് ഇതൊന്നും ഞാൻ നാട്ടിൽ നമ്മൾ ഇത്രയും വലുതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വളരെ അത്ഭുതത്തോട് തന്നെയാണ് കാണുന്നത്. വളരെ രസകരമായിട്ടുള്ളതാണ് ഇതിനകത്തെ കാഴ്ചകളൊക്കെ. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നടക്കാനൊന്നും നടക്കാതെ തന്നെ ഈ ഇതും ബിൽഡിങ്ങും മൊത്തം കറങ്ങി നടക്കാനായിട്ടുള്ള കൊച്ചു കൊച്ചു വണ്ടികൾ ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ അതിലൊക്കെ കയറി യാത്ര ചെയ്യുന്നത് കാണാം. നല്ല രസമാണ് ഇതൊക്കെ. അതുപോലെ ഡ്രസ്സിൻ്റെ ആണെങ്കിലുമൊക്കെ ഒരുപാട് ഓഫറുകളുടെ കടകളാണ് ഇതൊക്കെ ഉള്ളത്. ഇത് ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങളെ എടുത്തുള്ളൂ. നമ്മളിപ്പോൾ കുറേ മാളുകളിങ്ങനെ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്ന ഗലേറിയ മാളും കൂടി എൻ്റെ കൂട്ടുകാരെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് കോർട്ടിൽ ഞങ്ങൾ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കുറച്ച് ഫുഡുകളും മേടിച്ചു. അങ്ങനെ എല്ലാവരും ചെറിയ പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത്. വളരെ ഭംഗിയാണിത് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നന്ദി ഹിൽസ് കാണാനാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ്. കുന്നുകളും മലകളും ഒക്കെ ആയിട്ട് നല്ല ഹെയർ പിന്നുകളുമാണ് ഇവിടെ. അങ്ങനെ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പണിംഗ് ടൈം 6 മണിക്കാണ്. അപ്പോഴത്തേനും മഞ്ഞുകൊണ്ട് ഭയങ്കര മൂടപ്പെട്ട് കിടക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ 9 മണി ടൈമാണ്. എന്നിട്ടും ഇവിടെ ഭയങ്കര ഫോഗാണ്, നല്ല തണുപ്പുമുണ്ട്. ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടാണ് വന്നത്. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഫുഡ് അത്യാവശ്യം ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കാണാനും കൂടെയുള്ള ഇത് 70 രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാതിക്കൽ പീരങ്കി പോലെ 2 ഇത് വെച്ചിട്ടുണ്ട്. കോട്ട പോലെയാണ്. അതിൻ്റെ 2 വശത്താണ് പീരങ്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ സ്പോട്ടിലും പോകാനായിട്ടുള്ള ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇത് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച സമ്മർ ചിലവഴിക്കാനായിട്ട് പണി കഴിപ്പിച്ച ഒരു സ്പോട്ടാണിത്. ഇത് വളരെ രസമാണ് ഇവിടുത്തെ ഈ ഫോഗ് കാണാനായിട്ട്. നല്ല തണുപ്പുമാണ്, എന്നാൽ പരസ്പരം ആളെ കാണത്തുപോലുമില്ല, അത്ര നല്ല ഇരുട്ടാണ്. ശരിക്കും 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കുരങ്ങുകളാണുള്ളത്. മരത്തേലൊക്കെ ഇങ്ങനെ ചാടി നടക്കുക. അതുപോലെ അതുവഴി ആൾക്കാർ നടക്കുമ്പോൾ അവരെ ശല്യം ചെയ്യത്തൊന്നുമില്ല. ഇങ്ങനെ നിറയെ കുരങ്ങുകളാണ്. അത് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെത്. ഞങ്ങളൊരു പൊതി കയ്യിലെടുത്തപ്പോഴത്തേനും അവർ വന്നത് തട്ടിപ്പറിക്കാനായിട്ട് കൈയിട്ടിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് അത് ഈ വെറ്റിലയായിരുന്നു, അത് കൊടുത്തപ്പോഴത്തേനും അതുതന്നെ അവരത് കളയുകയും ചെയ്തു. നോക്കി എല്ലാവരും കൂടി ഇരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ആൾക്കാരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. കണ്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ഒരു കാട് പോലെ നമുക്ക് തോന്നും. അതുപോലെ സൺറൈസ് പോയിൻ്റ്, ടിപ്പു ഡ്രോപ്പ്, റിവറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇങ്ങനെ മുഴുവൻ സ്ഥലത്തും ഇങ്ങനെ എല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പാണ്, നിറയെ മരങ്ങൾ കൊണ്ട് ഒരു ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് വണ്ടികളും നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും അതോട്ട് കയറ്റത്തില്ല. അല്ലാതെ ഇവിടെ വണ്ടികളുണ്ട്. അതെനിക്കൊന്നും ആൾക്കാർക്ക് ഇനി യാത്ര ചെയ്യാനാണോ എന്നറിയില്ല. ഇങ്ങനെ 2-3 ചെറിയ വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ പ്രകൃതി ഭംഗി ബാംഗ്ലൂർ വന്നാൽ നന്ദി ഹിൽസ് കാണാതെ ആരും പോകരുത്. അത്ര നല്ല പ്രകൃതി ഭംഗിയാണ്. ഒരുപാട് ഗ്രൂപ്പുകളായിട്ടും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെ വന്ന ബസ്സുകളൊക്കെ താഴെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇരുട്ടത്തു ആൾക്കാർ നടക്കുന്ന പോലെ അത്ര ഫോഗാണ്. പക്ഷേ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഫോഗിന് മാറ്റമുണ്ട്. നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും 11 മണിയായപ്പോഴത്തേനുമാണ് ഇറങ്ങിയത്. അപ്പോഴത്തേനും കുറച്ച് ഫോഗുകളൊക്കെ കുറഞ്ഞു. എന്നിട്ടും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക, അത്ര തിരക്കാണ്. കോട്ടയുടെ മുമ്പിൽ 2 പീരങ്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ ഒരു നല്ല കൗതുകം തന്നെ തോന്നും. അതുപോലെ തന്നെ ചെറിയ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ, കാണാൻ നല്ല രസമായിട്ടുണ്ട് ഇവിടെയെല്ലാം. അങ്ങനെ ഞങ്ങൾ ഫോഗ് കാണാനായിട്ട് നന്ദി ഹിൽസിൽ വന്നതാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഹായ്. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്.
ഇവിടെ കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ട് വന്ന് ഡാൻസുകളെയും പാട്ടും ഒക്കെയാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു വലിയ കുളമുണ്ട്. അതിനകത്ത് നിറയെ മീനുകളും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അതിനകത്തേക്ക് ആരും ഇറങ്ങത്തൊന്നുമില്ല. ഇതിൻ്റെ ആ സൈഡിലൊക്കെ നിന്നെല്ലാവരും ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. വളരെ ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കണ്ടോ, വലിയ കുളമാണ്. പണ്ട് കാലത്ത് തന്നെ ഇത് പണി കഴിപ്പിച്ചത് തന്നെയാണിത്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഭഗവാൻ കാണും. ഇറങ്ങണ്ട.
क्यामेरा छैन त्यस्तै होइन त्यति समस्या हुन्छ